KTU 2019 സ്കീം S1 S2 എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ മൊഡ്യൂൾ 2ലെ തിയറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്രിക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസൊക്കെ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ലോസാണ് നമ്മൾ നോക്കുന്നത്, ലോസ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ അതിൽ ആദ്യം നോക്കുന്നത് ടോട്ടൽ ഫ്രിക്ഷൻ ഒരിക്കലും അതിൻ്റെ ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല എന്ന് പറയുന്ന ലോ ആണ്. രണ്ടാമത് ഫോഴ്സ് ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് റിയാക്ഷൻ F ഈസ് ഈക്വൽ ടു മ്യൂ ആർ, നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച ഇക്വേഷനാണ്. അടുത്തതായിട്ട് വെലോസിറ്റീസ് കുറവാണെങ്കിൽ ടോട്ടൽ ഫ്രിക്ഷൻ ഒരിക്കലും അതിൻ്റെ വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എപ്പോഴും മൂവ് ചെയ്യുന്ന ബോഡിയുടെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കുന്നതാണ്. അത് ഓൾറെഡി നമ്മൾ പ്രോബ്ലം ചെയ്തേക്കുന്ന കാര്യമാണ്. അടുത്തായിട്ട് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഒരു ഒബ്ജക്റ്റിൽ F എന്നുള്ള ഫോഴ്സ് റൈറ്റിലേക്ക് ആക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫ്രിക്ഷൻ മ്യൂ ആറിനാണ് ലെഫ്റ്റിലേക്ക് കാണിച്ചിരിക്കുന്ന റിയാക്ഷൻ RN നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ tan phi = F/RN നമുക്ക് എഴുതാം. അപ്പോൾ Fന് പകരം മ്യൂ RN എഴുതിക്കഴിഞ്ഞാൽ RN ക്യാൻസൽ ഔട്ട് ചെയ്ത് മ്യൂ എന്ന് കിട്ടും. അപ്പോൾ ഫിഗറിൽ RNൻ്റെ മ്യൂ RNൻ്റെ റിസൾട്ടൻ്റാണ് നമ്മൾ R എന്ന് കാണിച്ചേക്കുന്നത്. സോ RNൻ്റെ മ്യൂ RNൻ്റെ റിസൾട്ടൻ്റ് Rഉം റിയാക്ഷൻ RNനും കൂടി മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമുക്ക് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്. അടുത്തായിട്ട് ആംഗിൾ ഓഫ് റിപ്പോസ്. ഒരു ഇൻക്ലൈൻഡ് സർഫസിലെ ഒരു ബോഡിയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ആ ഒബ്ജക്റ്റ് താഴത്തേക്ക് സ്ലൈഡ് ചെയ്യാതെ എത്രത്തോളം നമുക്ക് ആ ആംഗിൾ ആൽഫ അതിൽ ആഡ് ചെയ്യാൻ പറ്റും, ആ മാക്സിമം ആംഗിളിനാണ് നമ്മൾ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് വിളിക്കുന്നത്. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് മാഗ്നിറ്റ്യൂഡിൽ സെയിം ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ കപ്പിൾ എന്ന് വിളിക്കുന്നത്. ഒരു ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്യാതെ നമുക്ക് എത്രത്തോളം ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡയറക്ഷൻ്റെ റേഞ്ച് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ കോൺ ഓഫ് ഫ്രിക്ഷൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ മൊഡ്യൂൾ 2ൻ്റെ തിയറി നമ്മൾ ഇത്രയും മാത്രം പഠിച്ചാൽ പോരാ. നമ്മൾ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്ത ബീമിൻ്റെ ഫോഴ്സ് മൊമെൻറ്റ് സിസ്റ്റം കാണുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പാർട്ട് എയിൽ. അതുപോലെ നമ്മൾ ചെയ്ത ഇൻക്ലൈൻഡ് സർഫസിൻ്റെ റിയാക്ഷൻ കാണുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ചെറിയ ബീമുകളുടെ റിയാക്ഷൻ കാണാനുള്ള ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഒന്ന് ചെയ്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്തിട്ട് പോകാം എക്സാമിന് മുമ്പ്.